മന്ത്രിയുമായി ആശാപ്രവർത്തകർ നടത്തിയ ചർച്ചയിൽ സമവായമില്ല. ഓണറേറിയം, പെൻഷൻ എന്നിവയിൽ ഇന്നത്തെ ചർച്ചയിലും ധാരണയായില്ല. റോഡ് ഉപരോധിച്ച് ആശാപ്രവർത്തകർ. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ഒരു സമരം പിൻവലിക്കണം, സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് സർക്കാർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കുള്ള ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഇനിയും എപ്പോഴത്തേക്കാവുമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല, ഒരു സമവായമായിട്ടില്ല. ഇനി എങ്ങനെയാണ് അവർ സമരവുമായി മുന്നോട്ട് തന്നെ, അല്ലേ? കാളിദാസ്, എന്തായാലും 3 മണിക്ക് ആരംഭിച്ച ചർച്ച ഏകദേശം 6 മണിയോടെയാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സമരം അവസാനിക്കുമ്പോഴും ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള, അല്ലെങ്കിൽ സമരം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, സമവായമാകാതെയാണ് ചർച്ച പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പ്രധാനമായും ഇന്ന് നടത്തിയ ചർച്ചയിൽ ഈ ധനകാര്യ മന്ത്രി അടക്കം തന്നെ ഓൺലൈനായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആശാ വർക്കർമാർക്കൊപ്പം തന്നെ വിവിധ ട്രേഡ് യൂണിയനുകൾ അടക്കം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രധാനമായും ഈ ചർച്ചയിൽ ഉന്നയിച്ച, അല്ലെങ്കിൽ ചർച്ചയിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, ഇന്നത്തെ ചർച്ചയിലും കഴിഞ്ഞ 2 തവണത്തെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചയിലേത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചർച്ച നടന്നത്. ഓണറേറിയത്തിന്റെ കാര്യത്തിലൊന്നും തന്നെ ഒരു തീരുമാനമുണ്ടായില്ല എന്നാണ് ആശാപ്രവർത്തകർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ സമരത്തെ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ധനകാര്യ വകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും കൂടാതെ ആരോഗ്യ വകുപ്പിലെ അടക്കം തന്നെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 3-അംഗ കമ്മിറ്റിയെ നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ തന്നെ ഈ ആരോഗ്യ, അല്ലെങ്കിൽ ഈ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഇന്നത്തെ ചർച്ചയിലും ഓണറേറിയത്തിന്റെ കാര്യത്തിലൊന്നും തന്നെ തീരുമാനമായില്ല. പ്രധാനമായും ആശാ വർക്കർമാർ ഉന്നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഓണറേറിയം വർധനവായിരുന്നു. എന്നാൽ ആ ഓണറേറിയത്തിന്റെ കാര്യത്തിലൊന്നും തന്നെ ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റോഡ് ഉപരോധ സമരവുമായി ആശാപ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ 3 തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടും പരാജയം, അല്ലെങ്കിൽ ചർച്ച പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനടക്കം ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം ആരംഭിച്ചിരിക്കുന്നത്. ആശാപ്രവർത്തകരടക്കം തന്നെ ഈ റോഡ് ഉപരോധിച്ച്, അല്ലെങ്കിൽ പൂർണ്ണമായും റോഡ് ഉപരോധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും നാളെയും ചർച്ചയുണ്ട്. പ്രധാനമായും നാളെ നടക്കുന്ന ഒരു ചർച്ച, അല്ലെങ്കിൽ നാളെയും ചർച്ചയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശാ വർക്കർമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, തങ്ങളുടെ സഹപ്രവർത്തകരോട് കൂടി ആലോചിച്ച ശേഷം നാളെ മറുപടി നൽകാമെന്നായിരുന്നു ആശാപ്രവർത്തകർ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ അതിലും ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി നിലവിൽ ഇപ്പോൾ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ ചർച്ചയിലടക്കം തന്നെ 7,000 രൂപ, നേരത്തെ ഓണറേറിയം 21,000 രൂപയ്ക്കാക്കി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ 7,000 രൂപയിലേക്ക്, അല്ലെങ്കിൽ 7,000 രൂപയിൽ നിന്നും 3,000 രൂപ കൂടി കൂട്ടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ ആവശ്യം പോലും അംഗീകരിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആരോഗ്യമന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ കമ്മിറ്റി പഠിച്ച ശേഷം, കാര്യങ്ങൾ പഠിച്ച ശേഷം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പ്രധാനമായും ഈ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ റോഡ് ഉപരോധവുമായി ആശാപ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. കാളിദാസ്, എന്തായാലും ഈ ഒരു സംഭവം, അല്ലെങ്കിൽ 7,000-ൽ നിന്ന് 3,000 കൂട്ടി 10,000 ആക്കുന്ന ഒരു ആവശ്യം പോലും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്നിരുന്നാലും ഈ സംഘടനാ നേതാക്കൾ, CITU, INTUC സംഘടനാ നേതാക്കളും അടക്കം പങ്കെടുത്തിരുന്നു. അതിൽ CITU പറഞ്ഞത് ഇതുവരെ ഉണ്ടാകാത്ത പുരോഗതിയാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നതെന്ന്. അങ്ങനെയാണോ? തീർച്ചയായും പ്രധാനമായും ഒരു 3,000 രൂപയെങ്കിലും കൂട്ടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യം പോലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ആരോഗ്യ വകുപ്പിനുണ്ടായിരിക്കുന്നത്. ഈ INTUC അടക്കമുള്ള നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ അടക്കം തന്നെ INTUC വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഓണറേറിയത്തിന്റെ കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട്, എന്നാൽ അതിന് സമയം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുമാണ് INTUC അടക്കമുള്ള ഈ സംഘടനകളടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ചേച്ചി, ഇന്നത്തെ ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. 3-ാം തവണയാണ് ചർച്ച നടത്തുന്നത്. ആ ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയം എന്ന് വെച്ചാൽ വൻ പരാജയം തന്നെയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള മനുഷ്യർ, ഇത് മനുഷ്യരാണോ എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ പറയേണ്ടതെന്ന് വാക്കുകളില്ല. ചിലപ്പോൾ പറഞ്ഞാൽ കൂടിപ്പോവും.
അത്രയ്ക്കൊരു ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ടോ മന്ത്രിമാര്? ഈ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരല്ലേ ഇവരൊക്കെ? ഇവർ സ്വന്തമായിട്ട് തീരുമാനിച്ച് വന്നിരിക്കുന്നതാണോ ഈ മന്ത്രിസ്ഥാനം കിട്ടിയതവർക്ക്? ഈ പാവങ്ങളുടെ കണ്ണുനീരും ഈ വിയർപ്പും കാണാൻ കഴിവില്ലാത്ത മന്ത്രിയാണോ? ഇതൊരു സ്ത്രീയാണോ? അല്ലെങ്കിൽ ഇത് മനുഷ്യരാണോ? മനുഷ്യത്വമുള്ളവരാണോ? ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സരിയുന്ന ശാപം ഇവർക്ക് ഒരിക്കലും തീരത്തില്ല. എന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഫോണും കൊണ്ടാ വന്നിരിക്കുന്നത്, ഒരു ഉപയോഗവും പോലും ഇല്ലാത്ത. ഞങ്ങളൊക്കെ ജീവിക്കുന്നത് മനുഷ്യരല്ല ഞങ്ങളൊക്കെ. എന്തോ ഇവര് 3 ദിവസം വിളിച്ച് ആക്ഷേപിക്കുന്നതാണ്. ഇത് വെറുതെയെങ്കിലും ആക്ഷേപിക്കണം. മന്ത്രി ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ആശമാരോടൊപ്പം വന്ന് സംസാരിക്കണം. അല്ലാതെ ഇവരെന്തിനാ അവിടെ കയറി ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്നേ? ഇവരൊന്നും അറിഞ്ഞില്ല, ഇതേവരെയായിട്ട് ഇവരൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇവിടെ ഇത്രയും നാളായിട്ട് ഈ പാവങ്ങൾ നിരാഹാരം കിടക്കുന്നു. ഇവരെ നോക്കാൻ വേണ്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല, ആവശ്യമേ ഇല്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം ശക്തമാക്കുകയാണെങ്കിൽ ഇനി ആശാവർക്കർമാർ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. 3ാം ഘട്ട ചർച്ചയും പരാജയമാണ് എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ CITU സംഘടന പറഞ്ഞത് വലിയ പുരോഗതിയാണ് ഈ 3ാമത്തെ ചർച്ചയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇനിയും സമരം കടുപ്പിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കാരണം 53 ദിവസമായിരിക്കുന്നു നിരാഹാര സമരവും കിടന്നു. അതോടൊപ്പം തന്നെ മുടിമുറിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചർച്ച എങ്ങും എത്തിയില്ല എന്നുള്ളൊരു അത്രത്തോളം നിരാശാജനകമായ ഒരു കാര്യം കൂടിയാണ്. അത്രത്തോളം നിരാശയിലാണ് ഓരോ ആശാപ്രവർത്തകരും. തങ്ങൾക്കിനി എപ്പോഴാണ് ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് സർക്കാർ ഒരു ഉത്തരവ് നൽകുക എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ നിലനിൽക്കുന്നു. ആ ചോദ്യം എത്ര കാലം നിലനിൽക്കും എന്നുള്ളതും കൂടിയുണ്ട്. നാളെയും ചർച്ച തുടരും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്നാൽ ആ ഒരു ചർച്ചയിലെങ്കിലും ആവശ്യങ്ങൾ കൃത്യമായി ഉന്നയിച്ച് ആ ആവശ്യങ്ങൾക്കൊരു മറുപടി, ആ ആവശ്യങ്ങൾ എപ്പോഴത്തേക്കാകുമെന്നുള്ള മറുപടി കിട്ടുമെന്നുള്ളതാണ് അറിയേണ്ടത്. അല്പസമയം മുമ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും വിശദമായ ചർച്ച നടത്തി. അതിൽ മാത്രമല്ല, ഈ ഒരു കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സാധിച്ചു, ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു, ഒട്ടേറെ കാര്യങ്ങളിൽ അനുകൂല നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി, പരമാവധി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. എന്നാൽ എന്തുകൊണ്ട് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് നൽകുന്നില്ല? ഇത്രയും അധികം വാക്കുകൾ മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും വീണ്ടും കേന്ദ്ര സർക്കാരിനോട് ഈ ഒരു ആശാപ്രവർത്തകരെ അവരെ വർക്കേഴ്സ് എന്ന നിലയിലേക്ക് മാറ്റാനായി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെപ്പോഴും പറയുന്നത്. ആവശ്യങ്ങളെ സംബന്ധിച്ചൊരു നിലപാടും മന്ത്രിയുടെ ഭാഗത്തുനിന്നും വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിരാശയിൽ തന്നെയാണ് ആശാപ്രവർത്തകർ.